എൻ്റെ പ്രിയങ്കരായിരുന്നവരെ, ക്ലാസ്മേറ്റ്സ്, എന്തൊരു സന്തോഷകരമായ ദിവസം. 38 കൊല്ലം മുമ്പും പഠിച്ചു വരുന്ന കുട്ടികൾ വെറും ഒരു ഫോൺ കോളിൻ്റെ ശക്തി ഇതാ ഇവിടെ എത്തി. ഇതൊരു അത്ഭുതം തന്നെയാണ്. സ്നേഹത്തിൻ്റെ വിളിയാണ്. ഈ ഒരു സംഘാടനത്തിനെ കുറിച്ച് എൻ്റെ അനിയൻ അച്ഛൻകുട്ടിയോട് സമീപിച്ചപ്പോൾ എവിടെയെങ്കിലും നടന്നിട്ടേ ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരിയായില്ല. ഇതിന് ഒരു വ്യക്തമായിട്ടുള്ള രൂപരേഖകളോ ഐക്യരാഷ്ട്രസഭയിലെ 63 അനുച്ഛേദത്തിലോ ഇന്ത്യൻ ഭരണഘടനയിലെ 33 ചാപ്റ്ററിലോ ഒന്നും ഇതിനെപ്പറ്റി പറഞ്ഞില്ല. പറയുന്നു. കാരണം ഇത് സ്നേഹത്തിൻ്റെ വിളിയാണ്, ദൈവത്തിൻ്റെ വിളിയാണ്. അതുകൊണ്ടാണ് കേട്ടത് ഞങ്ങൾക്ക് ഇവിടെ എത്തിയത്. എത്ര സന്തോഷമാണ് നിങ്ങളുടെ മുഖങ്ങളൊക്കെ കാണാൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സോമനത്തിൻ്റെ സംഘാടകരൊക്കെ പറഞ്ഞു, വേണു, ശ്രീനാരായണ, അങ്ങനെ കുറേ ആളുകളൊക്കെ പറഞ്ഞു. പേര് പറയുന്ന ചില ആളുകളുടെ പേര് വിട്ടുപോയാൽ എന്തെങ്കിലും വിഷമം തോന്നി ഞാൻ ആരുടെ പേര് പറയുന്നില്ല. ഒരു വല്ലാത്ത അത്ഭുതമാണ്. ഇനി ഒരിക്കലും ജീവിതത്തിൽ കണ്ടുമുട്ടില്ല എന്ന് കരുതിയവരെയാണ് ഇതാ ഈ ഇവിടെ മുന്നിൽ നിങ്ങൾ നിരത്തിയിട്ടുള്ളത്. അത് വെറും സ്നേഹത്തിൻ്റെ ശക്തിയാണ്. Boys, you have simply made the impossible possible. അത് വളരെയധികം ഉത്തേജകമായ കാര്യമാണ്. സ്നേഹത്തെ പോലെ ശക്തമായ വേറൊന്നുമില്ല. സ്നേഹത്തിൻ്റെ വിളി, അതിൻ്റെ മുന്നിൽ നമിക്കാത്തവൻ മൃഗമാണ്, അല്ലെങ്കിൽ കല്ലോ മരക്കട്ട എന്തെങ്കിലും. ആ സ്നേഹത്തിൻ്റെ വിളിയിട്ട് നിങ്ങൾ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. എൻ്റെ സഹപ്രവർത്തകരെ എനിക്കൊരിക്കലും കാണാൻ കഴിയില്ല എന്നൊക്കെ വിചാരിക്കുന്നു. പലരെയും കണ്ടിരിക്കുന്നു. ഇനി മറ്റുള്ളവരും വരാണ്ട് ബാലമാക്കിപ്പോൾ വരുന്ന പറയുന്നു. ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ വളരെ ഊർജ്ജസ്വനായി. എങ്ങനെയാണ് ഇത് നടത്തേണ്ടത്? അതിന് പ്രത്യേക നിയമങ്ങളൊന്നുമില്ല. സ്നേഹത്തിൻ്റെ കാര്യത്തിൽ എന്ത് നിയമമാണത്, എങ്ങനെ നടത്താം? എന്നാലും ഞാൻ 2 തമാശകൾ പറയാം. അത് രണ്ടും ഞാൻ വായിച്ചത്, ഒന്ന് ഞാൻ കണ്ടത്, നിങ്ങളെല്ലാവരും വായിച്ചത് കാര്യങ്ങളാണ്. ഇന്ത്യൻ സിസ്റ്റം, ടൈംസ് ഓഫ് ഇന്ത്യ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കുറേ കാര്യങ്ങൾ ഒരു സീരിയലായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു സീരിയൽ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അതിലത്തെ ഒരു ഘടകങ്ങൾ അല്ലാതെ പറയാൻ സമയം വളരെ കുറച്ചേ തരുന്നുള്ളൂ എന്ന് തോന്നുന്നു. ഏത് തരത്തിൽ ഇത് നടത്തിയിട്ടുണ്ടെന്നില്ല. ഒന്ന്, ഈ എറണാകുളത്തിനും ജില്ലയ്ക്കും കോട്ടയം ജില്ലയ്ക്ക് ഇടയ്ക്ക് ഒരു ഗ്രാമം, വടവുകോട് എന്ന ഗ്രാമം. ആദ്യമായി പറയട്ടെ, സിനിമയും സമൂഹവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുക, അങ്ങനെ വലുതായിട്ടൊരു ബന്ധമൊന്നുമില്ല. സിനിമയിലത്തെ കോമാളത്തിൻ്റെ ജീവിതത്തിൽ വന്നാൽ മുടിഞ്ഞിരിക്കും. പക്ഷേ ഇപ്പോൾ പറയുന്നു ചെറിയ ബന്ധം. 2003 ഒറ്റപ്പാലത്തുകാരനായ ലാൽജോസ് എന്നുള്ള സംവിധായകൻ ക്ലാസ്മേറ്റ്സ് എന്നുള്ളൊരു പടം എടുത്തുണ്ടായി. ആ ക്ലാസ്മേറ്റ്സിൽ പഴയകാല ബന്ധത്തോടും സ്നേഹബന്ധങ്ങളോടും പ്രകൃതിയോടും മനുഷ്യൻ നാം കൈവിട്ടുകൊണ്ടിരിക്കുന്ന, നമ്മുടെ കയ്യിൽ വിട്ടുകൊണ്ടിരിക്കുന്ന പല തരത്തിലുള്ള സ്നേഹ രൂപങ്ങളോടും ഒക്കെ കുട്ടികൾ തിരിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ട്. അതിനുശേഷം ഈ തരത്തിലുള്ള ഈ കൂടിച്ചേരലുകൾ, ഗെറ്റ് ടുഗദർ വല്ലാതെ ലാൽജോസ് തന്നെ പറയുന്നു, ഞാൻ തന്നെ ഒരു 18 മീറ്റിംഗ് അതൊരു ഘടകമായിട്ടാവും. അത് നിങ്ങൾ ചിന്തിച്ചാലും കുറെ ശരിയാണ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായ ഒരു രംഗമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഈ വടവുകോട് ഗ്രാമത്തിൽ അവിടെ ഇപ്പോൾ നമ്മളൊക്കെ 100% SSLC റിസൾട്ട് നിങ്ങൾ ഇപ്പോഴല്ലേ കേൾക്കാൻ തുടങ്ങിയത്. വടവുകോട് തുടക്കം മുതലേ അപ്പോഴായിരുന്നു 100%. ഇപ്പോൾ അങ്ങനെയാണ്. ഇതേമാതിരി 1972 വിട്ടൊരു ബാച്ച് 164 കുട്ടികളുണ്ടായിരുന്നു. അവരെല്ലാവരും സംഘടിച്ച് അവർ 159 കുട്ടികളെ സംഘടിപ്പിച്ചു. ബാക്കി കുട്ടികളെ അവരുടെ ഓടിച്ചോടിച്ച് സംഘടിപ്പിച്ചു. ബാക്കിയുള്ളവരെ സംഘടിപ്പിക്കാൻ പറ്റിയില്ല. കാരണം അവരൊക്കെ മണ്ണിനടിയിലായി. ഏതാണ്ട് 159 ആളെ അവർ സംഘടിപ്പിച്ചു. എല്ലാവരും വളരെ വെളുക്കന്മാരെ പിടിക്കുകയായിരുന്നു. ഇവിടുത്തെ മാതിരിയല്ല, കുറേ കൂടി വിദ്യാഭ്യാസം പ്രാധാന്യമുള്ള ഒരു ലോകമായതുകൊണ്ട് മിക്കവരും ഈ യൂറോപ്പിലും ജർമ്മനിയിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലൊക്കെ സ്കിൽഡ് ജോബ് നമ്മളവിടെ പോകുന്നതായി ഈ ദുബായിലെ ഷെയ്ഖുകളിലേക്ക് തൊഴിൽ ചെയ്യാൻ പോകുന്നതിലായിരുന്നു. നല്ല ജോലിക്ക് പോകുന്നത് പഠിച്ചത് അതെല്ലാവരും പരിശ്രമിച്ചാൽ. അതിലെ ഒരു കുട്ടി, ഒരു വളരെ പ്രധാനപ്പെട്ട എല്ലാവരും ഇഷ്ടപ്പെട്ട സ്കൂൾ, നന്നായി പഠിക്കുകയും വളരെയധികം പ്രസിദ്ധി കാണിക്കുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവൻ്റെ പേര് ജെയിംസ് ജോസഫ് എന്നായി. 6 അടിയും 3 ഇഞ്ച് ഉയരമുണ്ടായതുകൊണ്ട് എല്ലാവരും അവൻ്റെ പേരായിരിക്കും പോത്തൻസ് എന്നാണ്. അവൻ SSLC കഴിഞ്ഞു, ഒരു ഡിഗ്രി കഴിഞ്ഞു, MBBS റാങ്കോടെ പാസ്സായി. മിടുക്കനായിരുന്നു, കുസൃതിയായിരുന്നു, എല്ലാവർക്കും തലവേദന ഉണ്ടാക്കുന്ന ഒരു കുട്ടിയെ.
അത് കഴിഞ്ഞു MD കഴിഞ്ഞു, FRCS കഴിഞ്ഞു. ഇപ്പോൾ ആസ്ട്രേലിയൻ ഡോക്ടറായി 60 ഹോസ്പിറ്റലുകളുണ്ട്, 6 വിമാനത്താവളങ്ങളും എടുത്തുണ്ട്. അങ്ങനെ $3000 കോടി ഉടമസ്ഥൻ സ്വത്തുള്ള വിറ്റുവരവുള്ള സ്വത്തുള്ള ആളാണ്. ആസ്ട്രേലിയയിൽ പ്രസിഡന്റ്. ഹോളിവുഡിലെ സിനിമാ താരങ്ങളിൽ വിജയിപ്പിലേക്ക് ക്ഷണിക്കുമ്പോൾ വിരുന്ന് നടക്കുമ്പോൾ ആദ്യം ക്ഷണിക്കുന്ന 10 പേരിൽ ഒരാൾ ഡോക്ടർ ജെയിംസ് ജോസഫ്. പക്ഷേ രാജശ്രീ വടവൂർ സ്കൂളിൽ അവൻ ബോത്തൻസാണ്. ഈ ദിവസം എല്ലാവരും വന്ന ഉടനെ ചോദിച്ചു ബോത്തൻസ് എവിടെ എന്നായിരുന്നു. ബോത്തൻസ് വന്നില്ല. മീറ്റിംഗ് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് അതേമാതിരി 11 മണിക്ക് സ്വന്തം വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിൽ ചാർട്ടർ ചെയ്ത് വിമാനത്താവളത്തിൽ വന്നറിഞ്ഞു MBW കാറിൽ ഇവിടെ വന്നു. അവൻ സമ്പന്നതയുടെയും ഈ പ്രശംസയുടെയും അങ്ങ് ആകാശങ്ങളിൽ ഓർക്കുന്നു. എല്ലാവരും കൂടി ബോത്തൻസേ എന്ന് വിളിച്ച് അവനെ എല്ലാവരും കൂടി ആലിംഗനം ചെയ്തു. ഈ ഉച്ചക്കത്തെ വിഭവസമുദായം ഊണ് കഴിഞ്ഞ ശേഷം അവനവൻ്റെ അനുഭവങ്ങൾ വിവരിക്കാൻ പറഞ്ഞു. അവൻ പറയാണ്, ഞാൻ ഇതേ നേരത്തെ പറഞ്ഞ മാതിരി ഈ ഒരു വ്യക്തിക്ക് നേടാവുന്ന എല്ലാ ഔന്നത്യങ്ങളും നേടിക്കൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വികാരപരമായ നിർണായക നിമിഷമായിരുന്നു എന്നെ പഴയ ബോത്തൻസ്, എന്നെ പച്ച മനുഷ്യനായി ഇവിടെ നിർത്തി. ഇത്രയും സന്തോഷമുള്ളൊരു നിമിഷം എനിക്ക് ഞാനിപ്പോൾ പഴയ ബോത്തൻസാണ്. ആ ചെക്കന് സോമ ഇതുമായി പച്ച മനുഷ്യനായിട്ടുള്ളത് ഏതെങ്കിലും അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് അറിയാൻ കഴിയുമോ? തൻ്റെ ഒരു അനുഭവം വീഴിക്കാനത് ഒരു ചെറിയ അല്പം മോശമായ ഏരംഗങ്ങളുണ്ട്, ഞാൻ പറയുന്നു, ക്ഷമിക്കുക. ആ സ്കൂളിൽ ധാരാളം പേരയും ചാമ്പയ്ക്കയും പല മരങ്ങളുണ്ടായിരുന്നു, പഴങ്ങളുണ്ടായിരുന്നു. മറ്റുള്ള കുട്ടികൾക്ക് തോട്ടി കൊണ്ട് കുറയ്ക്കാറുണ്ട്. ഏറ്റവും വലിയ കുറച്ചു അങ്ങനെയുണ്ട്. കാരണം 6 3 ജോലിയിൽ അതുകൊണ്ടുള്ള ആ പേര് തന്നെ കാരണം. അങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയെ ഒരു ദിവസം അവനെ തോട്ടത്തിൽ നിന്നിട്ട് ഒരു പെൺകുട്ടിക്ക് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടുത്തെ ഉമ്മ കൊടുത്തു. പെൺകുട്ടി അത് ഇഷ്ടാക്കി. അവളെ എന്തോ കോട്ടയം പറയാനായിട്ട് ഇട്ടുകൊടുത്തു. ചക്കയ്ക്ക് കണ്ണം ഉടനെ തന്നെ അവർക്ക് ഇഷ്ടമായില്ല, തൻ്റെ മോശമൊന്നും ഇഷ്ടമായില്ല. അത് എൻ്റെ ജീവിതത്തിൽ അദ്ദേഹം പറയാം, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ചമ്മല സ്കൂളിൽ ഏറ്റവും ചമ്മലായ ദിവസം. അപ്പോഴാണ് സാഹസം ചേർത്ത്, എടാ മോഹൻസേ നിന്റെ ശരീരത്തിൽ കണ്ടന്നിട്ടതില്ലേ അത് ഞാനാണ്. ഒരു കുട്ടി പറയാം, ഡോക്ടർ ലിസിച്ചോ എഴുന്നേക്കോ പറഞ്ഞു. അവള് പറയാം, അവളുടെ മക്കൾ മരുമക്കൾ പേരക്കുട്ടികളൊക്കെ ആയിട്ട് വന്നു ഇഷ്ടപ്പെടുന്ന ധാരാളം മനോഹരമായ ഈ തരത്തിൽ കമ്മൽ പച്ച മനുഷ്യനായി അവതരിപ്പിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും മനുഷ്യനായി എന്തെങ്കിലും അവതരിപ്പിക്കാൻ പറ്റില്ല അവതരിപ്പിക്കുക. കാരണം അതിനൊരു അവസരം രീതിയില്ല. അല്ലാതെ എന്താണത് ഇന്ത്യൻ ഭരണയുടെ 4 അവസ്ഥയെ പറ്റി നമ്മളോട് പറയണം. ഭാഗത്തെ പറ്റി നമ്മൾ പറയണം. ഇയാളുടെ മന്ത്രിസ്ഥാനത്തെ പറ്റി നമ്മൾ വേണം. അതൊന്നും നമ്മുടെ ഹൃദയമല്ല. നമുക്ക് നമ്മുടെ ഹൃദയബന്ധങ്ങളെ പറ്റി പറയാനുള്ള കാര്യമാണ്. ഇതൊക്കെയാണ് ഇവിടെ പറയാനുള്ളത്. ഇനി എൻ്റെ വീട്ടുകളിൽ എന്തെങ്കിലും ഇനി എനിക്ക് തോന്നുന്നു ഒന്നും പാകായില്ല ഒരു രംഗം പറയുന്നു. ഇതൊന്നും നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. നിങ്ങൾ വായിച്ചാണ് അടുത്തേക്ക് ഈ രംഗം സംഭവിച്ചത്. നമ്മുടെ യോഗപ്രശസ്തനായ നടൻ നെടുമുടി പറയുന്നത് ശരിയായ പേര് P. ശശിധരൻ നായർ. അദ്ദേഹം ചങ്ങനാശ്ശേരി കടയിറങ്ങിയിട്ട് ബോട്ടിറങ്ങിയിട്ട് ജലത്തിലേക്ക് നടക്കും. അപ്പോഴാണ് തന്റെ സഹപാഠിയായ ചാക്കോ തന്നെ ശ്രദ്ധിക്കാതെ പോകുന്നത്. എടാ ചാക്കോ, നീ എന്തെന്നെ മൈൻഡ് ചെയ്യാതെ പോകുന്നത്? ചാക്കോ തിരിഞ്ഞു നോക്കി. ആ എടാ ശശിക്ക് അത് നീ തന്നെ ചേർത്തിരിക്കുന്നു. നീ വല്ല ദുബായ് വരെ പോയടാ. നെടുമുടി ആരായി? അല്ല ചാക്കോ, ഞാൻ സിനിമ രംഗത്താണല്ലോ 19 ഈ സിനിമ എന്തൊക്കെയാണ്? നീ ഏത് സിനിമയിൽ ആഗ്രഹിക്കുന്നു? ആരോഗ്യം മംഗളം തരുന്നു ഹിസായ സാധന അതൊക്കെ അഭിനയത്തിന് ഭരതവാദം ഇതൊക്കെ നിർദ്ദേശിച്ചിട്ട് ഓസ്കർ